ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രഘുവീർ എന്ന പേര് കേട്ടതും പ്രാർത്ഥന ഒന്ന് ഞെട്ടി. എന്തു വലിയ പേരായത്, കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇതേ സമയം എറണാകുളത്തെത്തിയ പ്രീതി 2 ദിവസം കഴിഞ്ഞ് തന്റെ ബ്രേസ്ലെറ്റ് തിരികെ വാങ്ങാനായി അലാവത്ത് ജുവലേഴ്സിലേക്ക് പോയി. രഘുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം അവൾ രഘുവിനെ വീണ്ടും കണ്ടു. പ്രീതിയുടെ കണ്ണുകളിലേക്ക് തന്നെ ആ ബ്രേസ്ലെറ്റ് തിരികെ കൊടുക്കാൻ നേരം രഘു നോക്കി നിന്നു. തന്റെ മേൽ കണ്ണെടുക്കാതെയുള്ള രഘുവിന്റെ ഇന്നത്തെ ആ നോട്ടം കണ്ടപ്പോൾ പ്രീതിക്ക് ആ കണ്ണുകളിൽ പ്രണയം തെളിയും പോലെ തോന്നി. പക്ഷേ തികച്ചും ഒരു അപരിചിതൻ. എന്റെ മേൽ ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കുമോ? ഒന്നും ചിന്തിച്ചു നിൽക്കാതെ പ്രീതി അലാവത്ത് ജുവലേഴ്സിന്റെ പടികളിറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ബ്രേസ്ലെറ്റ് അവൾ ഇടത് കൈയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് നേരെ ഒരു വണ്ടി ഇടിക്കാനായി വന്നത്. പ്രീതി പോകുന്നത് നോക്കി നിന്ന രഘു പെട്ടെന്ന് പ്രീതിയെ രക്ഷിക്കാനായി റോഡിലൂടെ പോകുന്ന വണ്ടികളൊന്നും നോക്കാതെ ക്ഷണനേരത്തിൽ അവളുടെ അരികിലേക്ക് ഓടി. റോഡ് ക്രോസ് ചെയ്യുന്ന പ്രീതിയെ രഘു പെട്ടെന്ന് തള്ളി മാറ്റിയതും പ്രീതി നടപ്പാതയിലേക്ക് മറഞ്ഞു വീണു. പ്രീതിയെ ആ വണ്ടി ഇടിക്കുന്നതിൽ നിന്നും അവൾ തലനാഴിഴകി രക്ഷപ്പെട്ടു. പക്ഷെ അന്നേരം രഘു റോഡിൽ മുട്ടിടിച്ച് വീണിരുന്നു. അവന്റെ കൈ മുറിഞ്ഞു. കയ്യിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. തന്നെ രക്ഷിച്ച ആൾ റോഡിൽ മറഞ്ഞു വീണ് കിടക്കുന്നത് കണ്ട് പ്രീതി രഘുവിന്റെ അരികിലേക്ക് പോകാനായി വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കവേ രഘു അവൻ വീണിടത്തു നിന്നും എഴുന്നേറ്റു. അവന്റെ കൈയാകെ ഉളുക്കിയിരുന്നു. ചോരയൊലിക്കുന്ന അവന്റെ വലത് കൈ അവൻ ശക്തിയോടെ പെട്ടെന്നൊന്ന് കുടഞ്ഞു. അന്നേരം ഒരു അത്ഭുതമെന്നോണം രഘുവിന്റെ കൈ അവൻ കുടഞ്ഞപ്പോൾ മുറിവിൽ നിന്നും ഒലിച്ചുകൊണ്ടിരുന്ന ഒരു തുള്ളി രക്തം കാറ്റിന്റെ ദിശ എന്ന പോലെ അതിവേഗത്തിൽ തെറിച്ചുപോയി പതിച്ചത് നടപ്പാതയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പ്രീതിയുടെ സീമന്തരേഖയിലായിരുന്നു. പെട്ടെന്ന് അത് പ്രീതിയുടെ സീമന്തരേഖയിലൂടെ അവളുടെ നെറ്റിയിലേക്ക് ഒലിച്ചിറങ്ങി. ശരിക്കും തന്റെ നെറ്റിയിൽ എന്തോ നനുത്ത സ്പർശം അറിഞ്ഞതും പ്രീതി ഒന്ന് തൊട്ടുനോക്കി. തന്റെ നെറ്റിയിൽ പുരണ്ടത് ചോരയാണെന്ന് പ്രീതിക്ക് മനസ്സിലായി. എങ്ങനെ ആ ചോര പറ്റിയെന്ന് അവൾ ചിന്തിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തന്റെ ബാഗിലുണ്ടായിരുന്ന മുഖം നോക്കുന്ന ചെറിയ കണ്ണാടി ഇതിനിടെ താഴെ വീണ് കിടക്കുന്നത് അവൾ കണ്ടത്. ആ കണ്ണാടിയുടെ ചെറു തിളക്കത്തിൽ അവൾ തന്റെ സീമന്തരേഖയിലെ ആ ചുമപ്പാർന്ന മഷി അതിലൂടെ കണ്ടു. സിന്ദൂരം പോലെ തന്റെ നെറ്റിയിലുള്ള ആ രക്തം കണ്ടതും പ്രീതി ഒരു നിമിഷം ഞെട്ടി. മഹാദേവ, എന്താ ഇത്? എന്റെ നെറ്റിമേൽ എന്താണിത്? പ്രീതി പെട്ടെന്ന് നെറ്റിയിൽ പുരണ്ട രക്തം തന്റെ കൈകൊണ്ട് തുടച്ചു മാറ്റാൻ തുടങ്ങവെയാണ് കുറച്ചു ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോയപ്പോൾ പൂജാരി പറഞ്ഞ കാര്യം അവളുടെ മനസ്സിൽ ഓടിയെത്തിയത്. നിന്റെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാകും മോളെ എന്ന് പൂജാരി പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം ഇതാണോ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷേ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന പ്രീതി പെട്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ രഘുവിന്റെ അടുത്തേക്ക് ഓടി. സാർ, രഘു സാർ, സാറിന്റെ കൈ രക്തം വരുന്നുണ്ടല്ലോ. എന്റെ രക്തത്താൽ ഇന്നിതാ പ്രീതിയുടെ സീമന്തരേഖയിൽ സിന്ദൂരം പടർന്നിരിക്കുന്നു. ഞാൻ വഴിയരികിൽ വീണ് കിടന്നാൽ കിടക്കട്ടെ, കൂടിപ്പോയാൽ മരിക്കുമായിരിക്കും. തന്റെ കൂടെ ഞാനുണ്ട്.